27കാരൻ വയോധികയെ കൊന്നത് ബലാത്സംഗത്തിനിടെ. തെളിവുകളെല്ലാം ക്രൈം സീനിൽ ഉപേക്ഷിച്ചുപോയ ജിത്തുവിനെ എളുപ്പത്തിൽ പിടികൂടി പോലീസ്. കോട്ടയം മല്ലപ്പള്ളിയിൽ നടന്ന ദാരുണമായ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ. വളരെ ആസൂത്രിതമല്ലാത്ത രീതിയിലാണ് ജിത്തു ഈ കുറ്റകൃത്യം ചെയ്തത് എന്നതിനാൽ പോലീസിന് പ്രതിയെ കണ്ടെത്തുന്നത് എളുപ്പമായി. കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലം: ഇരമല്ലപ്പള്ളി സ്വദേശിനിയായ 76 വയസ്സുള്ള വയോധിക, പ്രതി 27 വയസ്സുകാരനായ ജിത്തു. ഇയാൾ ലഹരിക്ക് അടിമയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവം: വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് കൊലപ്പെടുത്തുകയും ചെയ്തു. പ്രതി കുടുങ്ങിയ വഴി: പ്രതി ബോധപൂർവമല്ലാതെ ഉപേക്ഷിച്ച ചില നിർണായക തെളിവുകളാണ് പോലീസിനെ ഉടൻ തന്നെ ഇയാളിലേക്ക് എത്തിച്ചത്. മൊബൈൽ ഫോൺ: സംഭവസ്ഥലത്ത് പ്രതിയുടെ മൊബൈൽ ഫോൺ വീണുപോയിരുന്നു. ഇത് പോലീസിന് ലഭിച്ച ഏറ്റവും വലിയ തെളിവായി മാറി. ചെരുപ്പ്: സ്വന്തം ചെരുപ്പും പ്രതി ക്രൈം സീനിൽ ഉപേക്ഷിച്ചിരുന്നു. പരിസരവാസികളുടെ നിരീക്ഷണം: സംഭവ സമയത്ത് പ്രതിയെ ആ പരിസരത്ത് കണ്ടവരുമുണ്ടായിരുന്നു. പോലീസ് നടപടി: ഫോൺ പരിശോധിച്ചതോടെ പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജിത്തുവിനെ പിടികൂടി. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ പീഡനം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഹരിയുടെ സ്വാധീനത്തിലാണോ പ്രതി കൃത്യം ചെയ്തതെന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ക്രൂരകൃത്യമാണിത്. ഈ കേസിലെ പ്രതിയെ പോലീസ് ഇത്ര വേഗത്തിൽ പിടികൂടാൻ സഹായിച്ച പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. മൊബൈൽ ഫോൺ: കൃത്യം നടത്തിയ ശേഷം കറന്നുകളയുന്നതിനിടയിൽ ജിത്തു തന്റെ മൊബൈൽ ഫോൺ സംഭവസ്ഥലത്ത് തന്നെ മറന്നുവെച്ചു. പോലീസിന് ലഭിച്ച ഏറ്റവും നിർണായകമായ തെളിവാണിത്. ഫോണിലെ വിവരങ്ങൾ പരിശോധിച്ചതോടെ പ്രതിയെ തിരിച്ചറിയാൻ മിനിറ്റുകൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ. ചെരുപ്പ്: സ്വന്തം ചെരുപ്പും പ്രതി ക്രൈം സീനിൽ ഉപേക്ഷിച്ചിരുന്നു. ഇത് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനും പ്രതിയെ സംഭവസ്ഥലവുമായി ബന്ധിപ്പിക്കുന്നതിനും പോലീസിനെ സഹായിച്ചു. ലഹരിയുടെ സ്വാധീനം: പ്രതി ജിത്തു ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൃത്യം നടത്തുമ്പോഴും ലഹരിയുടെ സ്വാധീനത്തിലായിരുന്നതിനാൽ തെളിവുകൾ നശിപ്പിക്കാനോ ഒളിപ്പിക്കാനോ ഉള്ള ബോധം പ്രതിക്കുണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ മൊഴി: സംഭവ സമയത്ത് പ്രതിയെ ആ പരിസരത്ത് കണ്ടവരുണ്ടായിരുന്നു. ഇത് പോലീസിന്റെ സംശയമുറപ്പിക്കാൻ സഹായിച്ചു.